ഹായ് ഗൈസ്, ഞാൻ ഇപ്പോൾ കുറേ നാളായിട്ട് ഈ കോഴിമുട്ടയിലാണ് കുറേ പരീക്ഷണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാനൊരു സ്പെഷ്യൽ മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്. ചോറിനും അപ്പത്തിനും ഇടിയപ്പത്തിനും മുട്ടിനും പിന്നെന്താ ചപ്പാത്തിക്കും എല്ലാറ്റിനും കഴിക്കാൻ പറ്റുന്ന എല്ലാറ്റിനും നല്ല അടിപൊളി കോമ്പിനേഷൻ ആയിട്ടത്. നല്ല സൂപ്പർ ഒരു മുട്ടക്കറിയാണ്, സ്പെഷ്യൽ മുട്ടക്കറി. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മുട്ടക്കറി വയ്ക്കാനായിട്ട് ഞാനിവിടെ കുക്കറിൽ മുട്ട വേവിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ കുക്കറിൽ അത്യാവശ്യം കുറച്ച് വെള്ളം ഒഴിക്കുക, എന്നിട്ട് 4 മുട്ട ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ടിട്ട് അത് അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഒരു വിസിൽ മതിയാവും. പിന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ വേണം. അപ്പോൾ 2 സവോള ഞാനിവിടെ സ്ലൈസായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. 1 പിടി ചെറിയുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ മുട്ട റെഡിയായി കിട്ടിയിട്ടുണ്ട്. പുഴുങ്ങി വെച്ച മുട്ടേനെ ഞാൻ ഇതുപോലെ നീളത്തി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഉണ്ണി ഇങ്ങനെ ഉടയാതെ അത് വേറെ ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതങ്ങോട്ട് മാറ്റി വെച്ചോളൂ. ഇനി നമുക്ക് വേണ്ടത് ഒരു പാനാണ്. അപ്പോൾ പാൻ എടുത്തിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മുട്ട ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. മുട്ടയുടെ ഉണ്ണി ഇട്ട് കൊടുക്കരുത്. മുട്ട നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള വൈറ്റ് ഉണ്ടല്ലോ, അത് മാത്രം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഈ എണ്ണയിൽ കിടന്നിട്ട് ഇതിനൊരു ഗോൾഡൻ ബ്രൗൺ കളർ വരുന്നത് വരെ ഇത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇതുണ്ടോ, ഇപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ വന്നു. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇതേ പാത്രത്തിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് ആദ്യം ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം, ഒരു പച്ചമണമൊക്കെ മാറുന്ന പോലെ. അതുപോലെ തന്നെ നമ്മൾ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. പച്ചമുളകിൻ്റെയും ഒരു മണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ചെറിയുള്ളി ചതച്ചത്, അതുപോലെ തന്നെ വലിയുള്ളി സ്ലൈസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഇതുകൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറിയിൽ ഉപ്പ് ചേർക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ ഉള്ളിൽ ഉപ്പ് ചേർക്കുന്നുണ്ട്, അത് മറക്കരുത് കേട്ടോ. അപ്പോൾ 1 ടീസ്പൂണാണ് ഞാൻ ഉപ്പ് ഇതിനകത്തോട്ട് ചേർത്തത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ ആയി കളറായിട്ട് വരുന്നത് ഇതുപോലത്തെ കളറ് വരും. ആ സമയത്ത് നമുക്ക് 1 തക്കാളി സ്ലൈസായിട്ട് അരിഞ്ഞത് ഇതുപോലെ ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്തതിന് ശേഷം അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഉടഞ്ഞു കിട്ടും. ഇതിലോട്ട് പൊടികൾ ചേർക്കുക. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ എരിവുള്ള ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ അങ്ങ് ഇളക്കി കൊടുക്കണം. ഇളക്കി ആ പൊടികളുടെ പച്ച മണമൊക്കെ ഒന്ന് മാറിക്കിട്ടണം, അതുവരെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ 1 കപ്പ് വെള്ളം, ചൂടുവെള്ളമായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ചെറുതായിട്ട് വറ്റി വരുമ്പോൾ അടുത്ത 1 കപ്പ് കൂടെ ഇട്ട് കൊടുക്കണം. പിന്നെ ഇത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. മാഗിയുടെ ക്യൂബാണ്, ചിക്കൻ ക്യൂബാണ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ഗരം മസാലയ്ക്ക് പകരം ഇതാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റാണ്. വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഇല്ലെങ്കിൽ ഗരം മസാല ചേർത്തോളൂ. ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം മാഗി ക്യൂബ് ഇട്ടിട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ തേങ്ങാപ്പാലാണ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തത്. ഈ തേങ്ങാപ്പാൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള തേങ്ങാപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയതാണ്. 1 കപ്പ് വെള്ളത്തിൽ 4 ടേബിൾ സ്പൂൺ പൊടി ഇട്ടിട്ട് നന്നായി കലക്കിയതിന് ശേഷം ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തിളയ്ക്കണം, ഇതുപോലെ തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കണം മുട്ടയുണ്ടല്ലോ, അത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. മുട്ടയും അതുപോലെ തന്നെ മഞ്ഞക്കരി ഉണ്ടായിരുന്നല്ലോ, അതും ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് പയ്യെ ഇളക്കണം. ഈ മഞ്ഞക്കരി ഒന്നും അങ്ങനെ ഉടഞ്ഞു പോരുത് കേട്ടോ. നമ്മൾ ചപ്പാത്തിയും ചോറൊക്കെ കഴിക്കുമ്പോൾ ഓരോരോ ഉണ്ണിയായിട്ട് നമുക്ക് കിട്ടണം. എന്നിട്ട് അതിങ്ങനെ കുഴച്ച് കഴിക്കണം. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാക്കാം. നമുക്ക് നല്ല ടേസ്റ്റാണ് ഈ കറിക്ക്, നല്ല മണവും വരും. ഇപ്പോൾ അവസാനമായിട്ട് ഞാൻ ശകലം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരുപാട് എണ്ണ ഒഴിച്ചത് കാരണം ഇനി വേണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഞാനിതിവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ഇത്രയേ ഉള്ളൂ. അടച്ച് വയ്ക്കുക. എന്നിട്ട് നമുക്ക് കഴിക്കാൻ നേരത്ത് കറി തുറക്കുമ്പോൾ ഉണ്ടാവുന്നൊരു മണം, എൻ്റെ പൊന്നേ നല്ല മണമായിരിക്കും കേട്ടോ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ബൈ ടാറ്റാ.